السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സാലിക്കിൻ്റെ 4ാമത്തെ എപ്പിസോഡിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. യാദൃച്ഛികത നിയമമല്ല എന്നാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. ഈ പ്രപഞ്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണെന്നാണ് ഇസ്ലാമിക വിശ്വാസം. എന്നാൽ അത് യാദൃച്ഛികമായി ദ്രവ്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന നിലപാട് യുക്തിസഹമല്ല എന്ന് പറയേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനോടാണ് ഇന്ന് പ്രതികരിക്കുന്നത്. ആദ്യം ഞാനൊരു പരീക്ഷണം, കുട്ടികൾ ഒക്കെ ചെയ്യാവുന്ന രസകരമായ 1-2 ഉദാഹരണങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ ഇംഗ്ലീഷിൽ വെട്ടി ഉണ്ടാക്കിയ 7 അക്ഷരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ സാധാരണ വിബ്ജിയോർ എന്നെഴുതുന്ന 7 അക്ഷരങ്ങൾ. ഞാനത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ നറുക്കെടുക്കുന്ന പോലെ ഇങ്ങനെ കയ്യിലിട്ട് കുലുക്കിയതിൻ്റെ ശേഷം മുകളിലേക്ക് വലിച്ചെറിയുമ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം താഴെ വന്ന് വിബ്ജിയോർ എന്ന് എഴുതിയതുപോലെ തന്നെ വീഴുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് യാദൃച്ഛികതയാണ്. ആ യാദൃച്ഛികത ഒരു തവണ ഉണ്ടാകുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കും. ഞാൻ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2ാം തവണയും 3ാം തവണയും 4ാം തവണയും ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് ഈ ചിത്രങ്ങൾ വലിച്ചെറിയുകയും അപ്പോൾ അവ താഴെ വന്ന് ഓരോ തവണയും വിബ്ജിയോർ എന്ന് തന്നെ വീഴുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കണ്ടു നിൽക്കുന്നവർ ചോദിക്കും, നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ട്രിക്കുണ്ട്, ആ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞു തരണം. ആ ട്രിക്ക് എന്താണെന്ന് കിട്ടുന്നവരെ അവർ നമ്മളെ പുറകെ കൂടിക്കൊണ്ടിരിക്കും. കാരണം കുട്ടികൾക്ക് പോലും അറിയാം, ഒരു നിയതമായ തത്വത്തിന് വിധേയമായി എന്തോ ഒരു ട്രിക്ക് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുകയില്ല എന്നതാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ 1 മുതൽ 100 വരെ ഒരു പേപ്പറിൽ ചെറുതായിട്ട് സംഖ്യകൾ എഴുതിയിട്ട് അതിലിടുന്നു. ഇട്ടതിൻ്റെ ശേഷം ഒരാളെ കണ്ണ് കെട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തി. അവനോട് അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാൻ പറഞ്ഞു. ഓരോ സംഖ്യയും അവനെടുക്കുന്നത് 1, 2, 3, 4 അങ്ങനെ കറക്റ്റ് ഓർഡറിൽ തന്നെയാണെങ്കിൽ അവിടെ എന്തോ ഒരു തട്ടിപ്പ് അവൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും യാദൃച്ഛികമായി ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു നിയതമായ ഒരു റൂട്ടിലൂടെ അല്ലാതെ അങ്ങനെ വരാൻ ഇടയില്ല എന്ന് നമ്മുടെ ബുദ്ധി പറയുന്നു, നമ്മളത് അംഗീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡായ ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുരങ്ങൻ കളിയാണ്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ഒരു കുരങ്ങനെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ആ കുരങ്ങനെ മുമ്പിൽ നമ്മളൊരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ നമ്മുടെ ബഹുമാന്യനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന പുസ്തകം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലെ 1ാമത്തെ വാചകം ഒരു മാന്ത്രിക പൂച്ചയുടെ അവതാരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നതാണ് അതിലെ 1ാമത്തെ വാചകം. നമ്മുടെ കുരങ്ങൻ നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ആളല്ല. അപ്പോൾ അവൻ ടൈപ്പ് ചെയ്താൽ യാദൃച്ഛികമായി അത് ഒത്തു വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാചകത്തിലേക്ക് എത്തണം. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ നിരീക്ഷണത്തിൽ സംഭവിക്കാൻ പോകുന്നത്.
അപ്പോൾ കുരങ്ങൻ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ കീബോർഡ്, ആ കീബോർഡിൽ 104 ബട്ടണുകളാണുള്ളത്. ആൽഫബറ്റിക് കീസ് ഉണ്ടാവും, ന്യൂമറിക് കീസ് ഉണ്ടാവും, നമ്മളെ സ്പേസ് ബാർ, എൻ്റർ കീ, നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക്, ഇങ്ങനെ എല്ലാം കൂടെ 104 ബട്ടണുകളാണ് നമ്മുടെ ഒരു കീബോർഡിലുള്ളത്. ഈ കുരങ്ങൻ ഇതിൽ ഏത് വേണമെങ്കിലും നിൽക്കാം. ഇപ്പോൾ ഒരു മാന്ത്രിക പൂച്ചയുടെ അവതാരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്ന് എഴുതുമ്പോൾ ആദ്യം ഒരുവിൻ്റെ ഓ നിൽക്കാൻ വേണ്ടിയിട്ട് കുരങ്ങ് തൊടുന്നത് ഇതിലേത് കീയിലും ആവാം. നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിക്കുകയാണ്. കുരങ്ങൻ ആദ്യം തൊട്ടത് തെറ്റി, രണ്ടാമത് തൊട്ടതും തെറ്റി, മൂന്നാമതും തൊട്ടതും തെറ്റി, അങ്ങനെ തെറ്റി 104ാമത്തത് മാത്രമാണ് ശരിയായത്. അതിന് മുമ്പുള്ള 103 ചാൻസുകളും മിസ്ഡ് സ്ട്രോക്കായിപ്പോയി. ട്രൂ സ്ട്രോക്ക് വന്നത് 104ാമത്തത് പിടിച്ചപ്പോഴാണ്. ഒന്നുകൂടെ ഞാൻ ഒരു അതിൻ്റെ ഇവിടെ ഒരു എന്ന ഓ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയത്. ഈ വാചകം മൊത്തത്തിലെടുത്ത് നോക്കിയാൽ അതിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കോൺസണൻസും വവൽസും വേറെ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഒരു എന്ന് എഴുതുമ്പോൾ ഓ, ര, അതിൻ്റെ ശേഷം ഉകാരം, ഇത് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് മാന്ത്രിക പൂച്ച എന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്പേസ് ഇട്ടിട്ടാണ് പിന്നെ മാ എഴുതുന്നത്. അങ്ങനെ ഇതിൽ ടോട്ടൽ നോക്കിയാൽ 6 സ്പേസുകൾ ഉൾപ്പെടെ 66 കീ സ്ട്രോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വാചകം എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുക. അപ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് വേണ്ടി നമ്മുടെ കുരങ്ങച്ചായൻ എന്തെടുത്തിട്ടുണ്ട്, 104 തവണ സ്ട്രോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തവണ ര എന്ന അക്ഷരത്തിലേക്ക് വരുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കുറേ അക്ഷരങ്ങൾ ചിതറി ടൈപ്പ് ചെയ്തിട്ട് കാര്യമല്ല, മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ക്രമത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഓ എന്നതിൻ്റെ കൂടെ തന്നെ ര ഒത്തുവരണം. അങ്ങനെ ഒത്തുവരാനുള്ള മിസ്ഡ് ചാൻസുകൾ മാക്സിമം എടുത്തു എന്ന് തന്നെ സങ്കല്പിക്കാം, നേരത്തെ സംഭവിച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ ര എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്ക് ഓരോ നേരത്തെ ഉണ്ടായിരുന്ന ഓരോ 104ൻ്റെ കൂടെ, നേരത്തെ 104 തവണ പ്രസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഒരു തവണ നെക്കി അത് തെറ്റാണെങ്കിൽ പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി ബാക്ക് സ്പേസ് നിൽക്കണം. അപ്പോൾ 104 തവണ 104ാമത്തതിലാണ് ശരിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള 103 തവണയും ബാക്ക് സ്പേസ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ 207 തവണ പ്രസ് ചെയ്തപ്പോഴാണ് കുരങ്ങ് യഥാർത്ഥത്തിലുള്ള ഓയിലേക്ക് എത്തിയത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ര ചേർന്ന് വരണമെങ്കിൽ ഇതേപോലെ 207 ഗുണിക്കണം 207 തവണ, അത് അത്രയും തവണ കുരങ്ങ് ഇവിടെ സ്ട്രോക്ക് ചെയ്യേണ്ടി വരും. ഞാനതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 207 ഗുണിക്കണം 207 എന്ന് പറഞ്ഞാൽ 42,849 തവണ ഒര എന്ന് എഴുതാൻ. പിന്നെ അതിൻ്റെ ഉകാരത്തിന് വേണ്ടി വീണ്ടും നമ്മളതിലേക്ക് 207 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 88,69,743 തവണ, അതായത് ഫാൾസ് ചാൻസുകളുടെ എണ്ണം ആദ്യം ഉപയോഗിക്കുകയും ഏറ്റവും ലാസ്റ്റ് മാത്രം ശരിയാവുകയും ചെയ്യുകയാണെങ്കിലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. 88,69,743 തവണ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മണ്ടൻ കുരങ്ങൻ, അല്ല നമ്മുടെ ബുദ്ധിമാനായ ഈ കുരങ്ങൻ, അയാൾ ഒരു എന്ന് എഴുതിത്തീരുന്നത്. ഈ വിധത്തിൽ നമ്മൾ പറഞ്ഞ ഈ വാചകത്തിലെ ഒരു മാന്ത്രിക പൂച്ചയുടെ അവതാരത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് എന്നതിൽ വവൽസ്, കോൺസണൻസ്, സ്പേസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 66 തവണ പ്രസ് ചെയ്യേണ്ടത് മൊത്തം ഇങ്ങനെ എഴുതാൻ ഞാൻ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാണ്. അതിൻ്റെ ഗണിതം 71,45,66,744 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ശേഷം 144 പൂജ്യം ഇട്ടാൽ ആ സംഖ്യ എത്രയാണ് എനിക്കറിഞ്ഞൂടാ, അത് ഇനി വായിക്കാൻ അറിയില്ല. അത്രയും തവണ ഈ കുരങ്ങ്, അതായത് 99 ചാൻസുകളും 99% ചാൻസുകളും മിസ്ഡ് ചാൻസുകളായി മാറിയാൽ അവസാനത്തെ ചാൻസിൽ മാത്രമാണ് ശരി വരുന്നതെങ്കിൽ ഇത്രയും തവണ 71,45,66,744 ശേഷം 144 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന അത്രയും ദീർഘമായ സംഖ്യ, അത്രയും ചാൻസുകൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു സെൻറ്റൻസ് ആ കുരങ്ങന് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു തവണ
പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് ടൈമാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 60 സെക്കൻഡ്, അപ്പോൾ 1 മണിക്കൂറിൽ 3600 സെക്കൻഡ്, ഒരു വർഷത്തിൽ 84,600 സെക്കൻഡ്, ഒരു ദിവസത്തിൽ 84,600 സെക്കൻഡ്. ഇത് വെച്ചിട്ട് ഇത് വർഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ 22,687,628 എന്നെഴുതിയതിൻ്റെ ശേഷം 137 പൂജ്യം ഇട്ടാൽ എത്രയാണോ അത്രയും സെക്കൻഡ്, അത്രയും വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് ആ കുരങ്ങന് ഈ പറയുന്ന ഒരു വാചകം എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുക. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിബ്ജിയോർ എന്ന ഒരു വാക്ക്, ഒരു ചിത്രണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 100 വരെയുള്ള ഒരു സംഖ്യ, ആ സംഖ്യകൾ അതിൻ്റെ കൃത്യമായ ഓർഡറിൽ കണ്ണ് അടച്ചു വെച്ച് ഒരു പാത്രത്തിൽ നിന്ന് തപ്പിയെടുക്കുന്നത്, അതല്ലെങ്കിൽ മാന്ത്രിക പൂച്ചയിലെ 1ാമത്തെ വരിയെങ്കിലും യാദൃച്ഛികമായി ശരിയോട് ഒത്തുവരുവാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഇത്രയും വെറും ഒരു വാചകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ അവസ്ഥയാണ് ഇതെങ്കിൽ, ബൃഹത്തായ ഈ പ്രപഞ്ചം മുഴുവനും ഒരു നാൾ അൺഇൻ്റലിജൻ്റായ, ബുദ്ധിശൂന്യമായ മാറ്ററിൽ നിന്ന് യാദൃച്ഛികമായി അതിൻ്റെ ഉണ്മയിലേക്ക് വന്നതാണ് എന്ന് വിശ്വസിക്കുന്നത് എത്രമാത്രം യുക്തിവിരുദ്ധമാണ് എന്ന് നാം ചിന്തിച്ച് നോക്കിയാൽ മതിയാവും. കാരണം നേരത്തെ നമ്മൾ വിബ്ജിയോറിട്ടപ്പോൾ കുട്ടികൾ എന്താണ് അതിൻ്റെ ട്രിക്ക് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതിരുന്നത് പോലെ, ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ ഇന്ന് നിലകൊള്ളുന്നതിന് വളരെ ആസൂത്രിതമായ ഒരു സംവിധാനം ഇതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് നിയമങ്ങൾ, ഫിസിക്കൽ ലോസ് പാലിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഈ വിധത്തിൽ നിലനിൽക്കുന്നത് എന്ന് ശാസ്ത്രലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ഉണ്ടാകുമ്പോൾ ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം, അവരുടെ ഈമാൻ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ പ്രപഞ്ചം വളരെ ആസൂത്രിതമായി മാത്രം നിലകൊള്ളുന്നതാണ്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റായ തിയറി, ബിഗ് ബാങ് എന്ന് പറയുന്നൊരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സമയവും കാലവുമൊക്കെ ഒന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ, സ്ഥലകാലമാനങ്ങളെല്ലാം പൂജ്യമായിരുന്ന അവസ്ഥയിലാണ് ബിഗ് ബാങ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു പ്രപഞ്ചത്തിനൊരു വികാസം ഉണ്ടാകുമ്പോൾ ആ വികാസത്തിൻ്റെ ആ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ കൃത്യമായ ഒരു നിയമ സംവിധാനം ആവശ്യമുണ്ട്. നമ്മളൊരു ബലൂണിൻ്റെ ഉള്ളിലേക്ക് കാറ്റിങ്ങനെ ഊതി 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 നിറച്ചാൽ അത് ഓവറായി കഴിഞ്ഞാൽ ആ ബലൂണ് പൊട്ടിപ്പോവും. അപ്പോൾ അത് പൊട്ടാതിരിക്കണമെങ്കിൽ ഒരു നിശ്ചിത ലെവലിൽ നമ്മൾ ആ കാറ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് ആ കാറ്റ് നിറക്കണം. അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു നിശ്ചിത വലുപ്പത്തിൽ അതിൻ്റെ വലുപ്പം നമുക്ക് സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ അതിൽ നിന്ന് കാറ്റ് ഒഴിഞ്ഞു പോവാതെ, അല്ലെങ്കിൽ ഒഴിയുന്നതിനനുസരിച്ച് അതേ അനുപാതത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ അതിനെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇതേ പ്രകാരം ഈ പ്രപഞ്ചം വികസിക്കുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ കൃത്യമായൊരു സംവിധാനം ആവശ്യമാണ് എന്നത് നമ്മുടെ ബുദ്ധിക്ക് വളരെ എളുപ്പത്തിൽ, അനായാസം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമാണ്. ഇത് ശാസ്ത്രലോകം വളരെ ഭംഗിയായി ആ കാര്യം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം സാധ്യമാക്കുന്നത് ഡാർക്ക് എനർജി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആ ഡാർക്ക് എനർജി ഉണ്ടാകുന്നതിനനുസരിച്ച്, അതിൻ്റെ തോതിനനുസരിച്ച് ഇവിടെ പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ വികാസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഗ്രാവിറ്റി അത് ഇപ്പം നിലവിലുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരുന്നുവെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ വികസനം സാധ്യമാവാതെ ദ്രവ്യത്തിൻ്റെ മ്യൂച്വൽ ഗ്രാവിറ്റി കൂടിയിട്ട് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒടുവിൽ ഒരു ബിഗ് ക്രഞ്ചിലൂടെ പ്രപഞ്ചം നശിച്ചു പോയിട്ടുണ്ടാവും, തകർന്നു പോയിട്ടുണ്ടാവും. ഗ്രാവിറ്റി വളരെ കുറവായിരുന്നു സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ നമ്മളെ കൺട്രോളിന് കിട്ടാതെ അത് വളരെയധികം വികസിച്ച് ഒടുവിൽ
പിന്നെ ഒന്നും തമ്മിൽ ചേർന്ന് നിൽക്കാത്ത വിധം അത് ചിതറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ല. കാരണം ഇതൊരു നിശ്ചിതമായ അനുപാതത്തിൽ കൃത്യമായ ഒരു നിയമം പാലിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുന്നു. ഇത് യാദൃച്ഛികമാവാൻ വഴിയില്ല. ഡാർക്ക് എനർജിയിലേക്ക് വരാം. ഡാർക്ക് എനർജിയുടെ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കൂടും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിഗ് ക്രഞ്ചിൽ ഈ യൂണിവേഴ്സ് മൊത്തം തകർന്നു പോയിട്ടുണ്ടാവും. അതല്ല, ഡാർക്ക് എനർജി വളരെ കൂടുതലായിരുന്നെങ്കിൽ ഗ്രാവിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ഇത് വളരെയധികം വികസിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചിതറിപ്പോയിട്ടുണ്ടാവും. രണ്ടായാലും സംഭവിക്കുന്നത് പിന്നെ ഇവിടെ ഗോളങ്ങളില്ല, ഗ്രഹങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, താരാപഥങ്ങളില്ല, ക്ഷീരപഥമില്ല, സൗരയൂഥമില്ല, ഭൂമിയില്ല, നമ്മളില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാവ്യവസ്ഥിതി ഈ വിധത്തിൽ സിസ്റ്റമാറ്റിക്കായി നിലനിൽക്കുന്നത് കൃത്യമായ ചില ഫിസിക്കൽ ലോസ് പാലിച്ചു കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. ഒരു തവണ ഒരു സംഗതി ഉണ്ടായാൽ അത് യാദൃച്ഛികമെന്ന് പറയാം. പക്ഷേ അതേ സംഗതി വീണ്ടും പലതവണ ഒരേ നിയമം കീപ്പ് ചെയ്ത് അതുപോലെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു സംവിധാനം ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ലളിതമായ ഉത്തരം എന്ന് നമുക്ക് പറയാം. ഞാൻ നമ്മുടെ ഭൂമിയിലേക്ക് വരാം. നമ്മുടെ ഭൂമി നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് 23 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് അത് അതിൻ്റെ അച്ചുതണ്ടിൽ നിലകൊള്ളുന്നത്. സാങ്കല്പികമായ അച്ചുതണ്ടിൽ അത് നിലനിൽക്കുന്നതെന്നാണ് 23 ഡിഗ്രി ചെരിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയുടെ കറക്റ്റ് വൃത്തം എന്നല്ല നമ്മൾ പറയുന്നത്, ഗോളാകൃതിയല്ല. ജിയോയിഡ് എന്ന് പറയുന്ന ഭൂമിയുടെ തന്നെ ഒരു ഷേപ്പാണ്. ആ ഒരു ഷേപ്പ് ഈ 23 ഡിഗ്രി ചെരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ഈ ഭൂമി തണുത്തുറഞ്ഞ് ഇവിടെയുള്ള ഭൂഖണ്ഡങ്ങളൊക്കെ തണുത്തുറഞ്ഞ് ഇവിടെ ജീവൻ നിലനിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. അത് തന്നെ, വേറൊന്നും സംഭവിക്കാനില്ല. ഒരു മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിലാണ് നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭൂമി കറങ്ങുമ്പോൾ സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് സൂര്യൻ്റെ വെളിച്ചം തട്ടുന്നത് കൊണ്ട് അവിടെ പകലും, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇരുട്ട് ആയതുകൊണ്ട് അവിടെ രാത്രിയും. ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഭൂമി കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിലാണ്. അപ്പോൾ ഇതൊരു 100 മൈൽ വേഗത്തിലായിരുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഭൂമിയുടെ ഒരു വശത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ സമയം സൂര്യപ്രകാശം ഏറ്റുകൊണ്ടിരിക്കും. സൂര്യപ്രകാശത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് അവിടെ ജീവിതം അസഹ്യമായി പോകും, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പുറത്ത് അതുപോലെ രാത്രി നിലവിലുള്ളതിനേക്കാൾ 10 ഇരട്ടിയാവും. അവിടെ തീരെ ആവശ്യത്തിന് താപം ലഭിക്കാതെ, ഉഷ്ണം ലഭിക്കാതെ തണുത്തുറഞ്ഞ് അവിടുത്തെയും അവസ്ഥ ദുസ്സഹമായി തീരും. ഇനി നമ്മുടെ ഈ സൂര്യൻ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലെ താരതമ്യേന ചെറിയ ഒരു നക്ഷത്രമാണ്. അതിൻ്റെ ഉപരിതലത്തിൽ 10,000 ഫാരൻഹീറ്റാണ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചൂട്. ആ ചൂട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ ഒരു നിശ്ചിത ക്രമം സൂക്ഷിച്ചതുകൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ സൗരയൂഥത്തിൽ സെൻട്രൽ സൂര്യനും അതിൻ്റെ പുറത്ത് ബുധനും ചൊവ്വയും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമി വരുന്നത്. മൂന്നാമതാണ്. ഇത് രണ്ടാമതോ ഒന്നാമതോ ആയിരുന്നെങ്കിൽ ചൂട് കൊണ്ട് എപ്പോഴോ ഇത് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഇവിടെ ജീവജാലങ്ങൾ കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. നിലനിൽക്കാൻ സാധിക്കുകയില്ല, ജീവൻ നിലനിൽക്കാൻ ഇവിടെ സാധിക്കുകയില്ല. ഇത് അപ്പുറത്തേക്ക് വ്യാഴത്തിൻ്റെയോ നെപ്റ്റ്യൂണിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ യുറാനസിൻ്റെയോ ഒക്കെ സ്ഥാനത്തേക്ക് അങ്ങോട്ടാണ് നീങ്ങിയിരുന്നെങ്കിൽ ആവശ്യത്തിന് ചൂട് കിട്ടാതെ ഈ ഭൂമി എപ്പോഴും നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഓർബിറ്റിൽ ഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനം ഒത്തുവരുന്ന വിധത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കണം. ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചൂട് അത് നിയന്ത്രിക്കാൻ വേണ്ടി ഓസോൺ പാളി വർക്ക് ചെയ്യുന്നുണ്ട്. ഓസോൺ പാളി കടന്നിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ആഘാതം ഏൽപ്പിക്കാത്ത വിധത്തിലാണ് ഭൂമിയിലേക്ക് സൂര്യൻ്റെ ചൂടും വെളിച്ചെത്തുന്നത്. ഇത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഓസോൺ പാളി ഇല്ലാതെ നേരിട്ട് സൂര്യൻ്റെ താപം ഇങ്ങോട്ട് ഏൽക്കുമായിരുന്നുവെങ്കിൽ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ സൂര്യതാപത്തിൻ്റെ ആഘാതം കൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ചന്ദ്രനും വേലിയേറ്റവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം.
ചന്ദ്രനുള്ള നിലാവുള്ള ദിവസങ്ങളിലാണ് വേലിയേറ്റം കൂടുതലുള്ളത്. ഈ ചന്ദ്രൻ ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥയുടെക്കാൾ ദൂരത്തിനേക്കാൾ കുറേ കൂടെ അടുത്തായിരുന്നു, ഭൂമിയുടെ വളരെ അടുത്തായിരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദിവസവും 2 തവണ വേലിയേറ്റം ഉണ്ടാവും. ഭീമാകാരമായ വേലിയേറ്റങ്ങൾ. ഭൂമിയുടെ 3/2 ഭാഗം വെള്ളവും 1/3 ഭാഗം മാത്രമാണ് കര എന്ന് നമുക്കറിയാം. ഈ വേലിയേറ്റം കാരണം ഭൂമിയുടെ മുഴുവൻ കരഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഇവിടെയുള്ള പർവ്വതങ്ങൾ ക്രമേണ ഒലിച്ചു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലം, ചന്ദ്രനിൽ നിന്നുള്ള ഭൂമിയിലേക്കുള്ള അകലം എല്ലാം ഇവിടെ ജീവൻ നിലനിൽക്കാൻ പാകത്തിൽ വളരെ ആസൂത്രിതമായാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഭൗമോപരിതലത്തിൻ്റെ ഭൗമോപരിതലം, ഈ ക്രസ്റ്റ് ഇത് നിലവിലുള്ളതിനേക്കാൾ കുറേ കൂടുതൽ കട്ടിയുണ്ടായിരുന്നെങ്കിൽ, ഒരു ലളിതമായി പറഞ്ഞാൽ ഒരു 10 അടി കട്ടി കൂടുതലുണ്ടായാൽ, നമ്മൾ മലയാള സംസാര ഭാഷയുടെ ലാഘവത്തോട് പറയുകയാണെങ്കിൽ ഒരു 10 അടി കട്ടി കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഓക്സിജൻ ഉണ്ടാവുമായിരുന്നില്ല. ഓക്സിജൻ ഇല്ലായിരുന്നെങ്കിൽ ഭൗമോപരിതലത്തിൽ ഇന്ന് കാണുന്ന ഒരു ജീവിക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. നമ്മുടെ കടൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആഴം കുറച്ച് കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം അത് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ ഇവിടെ സസ്യങ്ങളില്ല, മരങ്ങളില്ല, വനങ്ങളില്ല. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ താപത്തെയും മറ്റുമൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥകളില്ല. എല്ലാം താറുമാറായി ജീവിതം ഇവിടെ അസഹ്യമായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനവും അതിലെ അന്തരീക്ഷ മണ്ഡലം, അതിലെ വായുവിലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ക്രമീകരണം എല്ലാം നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ഈ പരിസരത്ത് വളരെ സുന്ദരമായി ജീവൻ നിലനിൽക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്ന വിധത്തിലാണ്. ഇത് കൃത്യമായ ചില ഫിസിക്കൽ ലോസ് പാലിക്കുന്നത് കൊണ്ടാണ്, ചില നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ്. യാദൃച്ഛികതയ്ക്ക് നിയമമില്ല. യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിൽ ഇങ്ങനെ ജീവൻ നിലനിൽക്കാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയില്ല. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചെറിയൊരു ടാസ്ക് പറയാം. ഒരു മിനിറ്റിൽ നമ്മുടെ കിണറിൽ നിന്ന് 70 തവണ വെള്ളം കോരി പുറത്തേക്കൊഴിക്കണം എന്ന് നിങ്ങളോട് പറയാം. വേണ്ട, കിണറിന്നൊക്കെ കോരാന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ, വേണ്ട. നമ്മളെ മുമ്പിലുള്ള ഒരു പാത്രത്തിൽ നിന്ന് 70 തവണ ഒരു കപ്പിൽ വെള്ളം കോരിയിട്ട് പുറത്തേക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നു. അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ കുറഞ്ഞ സമയത്തിൽ നമ്മളത് ഒഴിക്കണം. കാരണം ഒരു മിനിറ്റിൽ 60 സെക്കൻഡേ ഉള്ളല്ലോ. അങ്ങനെ ഒഴിക്കുകയായിരുന്നെങ്കിൽ, അഥവാ ഇനി നമ്മൾ ഹൈ സ്പീഡിൽ അങ്ങനെ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക, നമ്മുടെ ശരീരവും പേശികളൊക്കെ വേദനിച്ച് ആകെ പ്രയാസപ്പെട്ടു ഒന്നിനും പറ്റാത്തൊരവസ്ഥയാവും. സാങ്കല്പികമായിട്ട് അങ്ങനെ സാധിച്ചാൽ 1-2 മിനിറ്റ് നമ്മൾ മാക്സിമം പോയാൽ ചിലപ്പോൾ ചെയ്തെന്ന് വരും, പിന്നെ നമുക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ 70 തവണ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തുന്നത് നിരന്തരമുള്ള ഈ ഹൃദയമിടിപ്പ് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. കോർണിയ ഒഴിച്ചിട്ടുള്ള 75 ട്രില്യൺ കോശങ്ങളിലേക്കും മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം എത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദൗത്യം. ഒരുപാട് പമ്പിങ് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഹൃദയത്തിൻ്റെ മറ്റു ഫങ്ഷനുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്രയും രക്തം, ഏകദേശം ഒരു 60 വയസ്സ് വരെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ 10,000 നമ്മളെ ടാങ്കർ ലോറികൾക്ക് വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര രക്തം അയാളുടെ ഹൃദയം പമ്പ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും വലിയ ഒരു പമ്പിങ് നടക്കുമ്പോൾ നമുക്ക് ഒരു ബക്കറ്റിൽ നിന്ന് കപ്പ് കൊണ്ട് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുമ്പോഴേക്ക് ഭയങ്കര വേദനയും പ്രയാസവും പേശികളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മളാരും അറിയുക പോലും ചെയ്യുന്നില്ല. വളരെ സുന്ദരമായി ശരീരത്തിലുടനീളം ഈ രക്തം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം, നമ്മുടെ തലച്ചോറിലെ രക്തം എത്തിക്കൊണ്ടിരിക്കുന്ന രക്തക്കുഴലുകളുടെ വലുപ്പം നിവർത്തി വെച്ചാൽ, ചുരുട്ടിയിട്ടിരിക്കുന്ന ആ രക്തക്കുഴലുകളെ മൊത്തത്തിൽ നിവർത്തിയിട്ടാൽ 490 കിലോമീറ്ററാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കണ്ണൂരിൽ നിന്ന്
തിരുവനന്തപുരത്തേക്കുള്ള ദൂരം 475 കിലോമീറ്ററാണ്. അതിൽ കൂടുതലാണ് നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബൃഹത് സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ഒരു കോശത്തിൽ മാത്രം, ഒരു കോശത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരു മൈക്രോമീറ്ററാണ്. ഒരു മൈക്രോമീറ്റർ മുതൽ മാക്സിമം 10 മൈക്രോമീറ്റർ വരെയാണ് ഒരു കോശത്തിൻ്റെ വലുപ്പം എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഒരു കോശത്തിൽ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഒരു മീറ്റർ നീളമുള്ള ഒരു നൂലെടുക്കുക, അതിനെ 10,000 തവണ കഷ്ണിച്ചാൽ എത്ര വലുപ്പം ഉണ്ടാവുമോ അത്രയും ചെറുതാണ്. 10,000 പോരാ, ഒരു മില്യണിലൊന്നല്ലേ, ഒരു 1000 ഗുണിക്കണം 1000 എന്ന് പറയുമ്പോൾ 1,00,000 അല്ലേ. 1,00,000 പീസാക്കിയ 10 ലക്ഷം പീസാക്കി മുറിച്ചാൽ അത്ര ചെറുതാണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഇത്രമാത്രം വലുപ്പമുള്ള ഒരു മസ്തിഷ്ക കോശത്തിൽ നമ്മുടെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അകത്തുള്ളതിനേക്കാളും 5 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി, മൊത്തം മസ്തിഷ്കത്തിൻ്റെ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. ന്യൂറോൺ എന്ന് പറയുന്ന അടിസ്ഥാന കോശങ്ങളിലൂടെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഒരാളുടെ ബ്രെയിനിൽ 100 മില്യൺ എന്ന് പറഞ്ഞാൽ 1 ശേഷം 11 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ, അത്രയും മസ്തിഷ്ക കോശങ്ങൾ, അത്രയും ന്യൂറോണുകൾ ഒരാളുടെ ബ്രെയിനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ വലിയ, വളരെ വിപുലമായ, സങ്കല്പാതീതമായ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ഓരോ ന്യൂറോണും ഏകദേശം 1000 മുതൽ 2,00,000 വരെ കോശങ്ങളുമായി തമ്മിൽ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് സിനാപ്സ് എന്നാണ്. അപ്പോൾ ഒരു 10,000 മുതൽ 2,00,000 വരെ ഇത്രയും കോശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് മസ്തിഷ്കത്തിലെ ഓരോ ന്യൂറോണും. നമ്മളൊരു ശരാശരി ഒരു 10,000 കോശങ്ങളുമായിട്ട് മാത്രമാണ് ബന്ധപ്പെടുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ നെറ്റ്വർക്ക് കണക്ഷൻ എത്ര ഉണ്ടാവുമെന്നറിയോ? നമ്മൾ മസ്തിഷ്കത്തിലുള്ള 100 ബില്യൺ കോശങ്ങളെ ഈ പറഞ്ഞ 10,000 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും, അതിന് 1 ശേഷം 16 പൂജ്യമുള്ള സംഖ്യക്ക് ക്വാഡ്രില്യൺ എന്നാണ് പറയാം. ഒരു ക്വാഡ്രില്യൺ, അത്രയും വിപുലമായ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം, 100 ബില്യൺ ന്യൂറോണുകൾ കേന്ദ്രീകരിച്ച് കണക്ഷനുകളുള്ള വിപുലമായ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണവുമായി അതിനെ താരതമ്യം ചെയ്യാം. ഇന്ന് ലോകത്തെ ഏറ്റവും വിപുലമായ, ഏറ്റവും വലിയ നെറ്റ്വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫോണാണ്. ഈ ഒരു ഫോൺ ഏകദേശം 6 ബില്യൺ ഫോൺ കണക്ഷനുകളാണ്, മൊബൈൽ ഫോൺ കണക്ഷനുകളാണ് ഇന്ന് ലോകത്തുടനീളം ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത്. ഏകദേശ കണക്ക് 6 ബില്യൺ. നമ്മുടെ മസ്തിഷ്കത്തിൽ 100 ബില്യൺ എന്ന് പറയുമ്പോൾ ഇവിടെ 6 ബില്യൺ മൊബൈൽ കണക്ഷനുകളാണ് ഉള്ളത്. ഈ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം ഒരു 500 കോണ്ടാക്റ്റ് നമ്പർ ഉണ്ട് സങ്കല്പിക്കാം. ചിലരത് അതിൽ കൂടുതലുണ്ടാവും, ചിലരുടേത് അതിൽ കുറവായിരിക്കും. ഒരു ആവറേജ് കണക്ക് ഈ 6 ബില്യൺ ഫോണുകളിലും 500 വീതം കോണ്ടാക്റ്റുകളുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ 6 ബില്യൺ ഗുണിക്കണം 500 സമം ഏകദേശം 3 ട്രില്യൺ കണക്ഷനുകളാണ് ലോകത്തുടനീളം ഇന്ന് ഫോൺ കണക്ഷൻ ആയിട്ടുള്ളത്. ലോകത്തെ ഭൂമിയിൽ ഉടനീളമുള്ള കണക്ഷനാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഒരാളുടെ മാത്രം മസ്തിഷ്കത്തിൽ അതിൻ്റെയൊക്കെ എത്രയോ ഒരു 1000 ഇരട്ടി വലുപ്പം എന്ന് പറയാവുന്ന വിധത്തിൽ 100 ബില്യൺ ഗുണിക്കണം 10,000 എന്ന കണക്ക്, ഒരു ക്വാഡ്രില്യൺ കണക്ഷനുകളാണ് നമ്മുടെ ഒരാളുടെ മാത്രം മസ്തിഷ്കത്തിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സെക്കൻഡിൽ 1,00,000 സന്ദേശങ്ങളാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 170 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന സന്ദേശങ്ങൾ. അങ്ങനത്തത് ഒരു സെക്കൻഡിൽ 1,00,000 സന്ദേശങ്ങൾ കൈമാറാം. നമ്മുടെ ശരീരം മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. നമ്മുടെ
ശരീരത്തിൻ്റെ രക്തപ്രവാഹം, നമ്മുടെ ദാഹം, നമ്മുടെ വിശപ്പ്, നമ്മുടെ കണ്ണിമ അനങ്ങുന്നത് പോലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മസ്തിഷ്കമാണ്. ഇത്രയും വളരെ ആസൂത്രിതമായ ഒരു സംവിധാനം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരീരത്തിന് പറയാൻ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിസ്മയമുദ്രകൾ എന്ന ക്ലാസ്സിൽ നമ്മുടെ വിരലിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ആസൂത്രിതമായ ഒരു സംവിധാനം യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ വളരെ ബുദ്ധിശൂന്യമായ ഒരു തലത്തിലേക്ക് നമ്മൾ വീണ് പോവേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിബ്ജിയോർ എന്ന് യാദൃച്ഛികതയ്ക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ യാദൃച്ഛികമായി കണ്ണടച്ചിരുന്ന ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ക്രമത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, മാന്ത്രിക പൂച്ചയിലെ 1-ാം വരി പോലും നമുക്ക് യാദൃച്ഛികമായി അത് ടൈപ്പ് ചെയ്യപ്പെടും എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇത്ര ആസൂത്രിതമായി ഒരു നിയമത്തിന് വിധേയമായി ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നത് ബുദ്ധിശൂന്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ബദിഉസ് സമാവാതി വൽ അർള്. അള്ളാഹു അവൻ ബദിഉസ് സമാവാതി വൽ അർള്, ഭുവനവാനങ്ങൾ മുഴുവൻ നേരത്തെ ഒരു മോഡലും ഇല്ലാതിരുന്ന ആ ഒരു സംപൂജ്യമായ സ്ഥലകാല മാനങ്ങളെല്ലാം പൂജ്യമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെ പടച്ചവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നാം പറഞ്ഞതുപോലെയുള്ള ഏറ്റവും വ്യവസ്ഥാപിതമായ സുന്ദരമായ രൂപത്തിൽ ഈ മനുഷ്യനെ വാർത്തെടുത്തത് അള്ളാഹുവാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നത് ഇതൊന്നും യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഏതോ ഒരു ഇൻ്റലിജൻ്റായ ഒരാളുടെ ഇടപെടലും സംവിധാനവും കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായിട്ടുള്ളത് എന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് അനുശാസിക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സൃഷ്ടികർത്താവ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല എന്ന വിശുദ്ധമായ ഖുർആൻ അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങളാണോ പടച്ചത്, അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നമ്മളാണോ ഇതിനെ ഇങ്ങനെ സംവിധാനിച്ചത് എന്ന് വളരെ കൃത്യമായി അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ദൈവിക വിശ്വാസത്തിലേക്ക്, ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് വരുവാനും നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും നിങ്ങൾ പഠിച്ചറിഞ്ഞിട്ടുള്ള ശാസ്ത്രവിജ്ഞാനങ്ങളും അതിന് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ദർജ ഉയർത്തട്ടെ. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങൾ ലിയാ ഉൽ മുസ്തഫ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഇതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ എല്ലാ ഉസ്താദുമാർ, നമ്മുടെ മശായിഖന്മാർ എല്ലാവരെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.